നമ്മളിപ്പോ ഉള്ളത് നമ്മളുള്ളത് ലിഫ്റ്റില് ഹോസ്പിറ്റൽ ലിഫ്റ്റിലാണ്. അതായത് ആസ്റ്റർ മെഡിസിറ്റി. എന്തിനും ഇവിടെ നടച്ചിരിക്കുന്നത് സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആമീസ് ചെറിയ പനിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഞങ്ങളെ പെങ്ങളൂട്ടിനെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടാ അയ്യേന്നാ അത് കൊമ്മന കണ്ട കൊമ്മ നീ പുറത്ത് ഇത്ര നല്ല ഹോസ്പിറ്റലിൽ അതൊരു കുട്ടിയേട്ട എന്ത് ഇവിടെ ഓൾറെഡി ഡോമിനേറ്റർ കെട്ടിപ്പിടിക്കുന്ന ക്ലിപ്പ് എടുക്കും. ഡോമിനേറ്ററാ ഇക്കോ വന്നാ അവൻ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന ക്ലിപ്പ് എടുത്തില്ലേ? കൊമ്പ ഒന്നും കൂടി ഇല്ല കിട്ടി. രണ്ട് കിട്ടിയില്ല. ഒന്നും കൂടി. അയ്യോ അടിച്ചടാ. അമീസ എങ്ങനെയുണ്ടാ അമീസ? കണ്ണൊക്കെ നീര് വെച്ചിരിക്കുന്നു. നോക്കട്ടെ അതിലൊപ്പന്നില്ല കേസ്. പനി പിടിച്ച് ഇപ്പൊ പനി മാറിയില്ല. ഇത്താ ഇതിപ്പോ ആമീസിന്റെ ഇത്തയ്ക്ക് പനി. ഇത്തയാണല്ലോ പൊതച്ചിരിക്കുന്നത്. ആമീസ കുഴപ്പമൊന്നുമില്ല. അയ്യോ സോറി. അതും അങ്ങനെ വാങ്ങിയെടുക്കില്ല. ഞാൻ ഇവിടെ വാങ്ങിയില്ലല്ലോ. നോക്കട്ടെ തൊട്ടോക്കട്ടെ. വലിയ കുഴപ്പമൊന്നുമില്ല. പനിയൊക്കെ മാറിയല്ല ആമീസെ. പനിയൊക്കെ മാറിയടാ മോനെ. എന്തിനും നീ തൊടാൻ സമ്മതിക്കാത്ത? ഹർഷയാ ഭാഷ ഇവനാ. ഡേയ് നിന്നെ ഭാഷ എന്ന് വിളിച്ചേ. എന്താ നീ ചോദിക്കണേ? ശ്രമിക്കുന്ന കാര്യങ്ങൾ ചിക്കൻ അതെ ആമീസിന് ചിക്കൻ 65 വേണം. അടിക്കാൻ അങ്ങനെ നിന്നോട്ടെ. വേണ്ട നീ എടുക്ക്. ശരിയെന്നാ ഗൈസ്. അപ്പൊ നീ അങ്ങനെ ഒരു വിശിഷ്ട അതിഥി എന്റെ മനക്കിലേക്ക് സ്വാഗതം. അയ്യോ ആ റിയാക്ഷൻ കാണാനോ കൊമ്പ നോക്കിയല്ലേ. ഇക്ക അങ്ങോട്ട് നോക്കി പോലെ ബുക്ക് മാറ്റണേ. എന്റെ നടി കിട്ടായിരിക്കാനേ ഇത് നല്ല ബുക്ക് കേട്ടോ. കുതിര ചിരിക്കണ്ട. നീ ചിരിക്കില്ല കേട്ടില്ല. നിനക്ക് പനിയാണ്. നീ ചിരിക്കരുത്. ആ സത്യം. പേഷ്യന്റ് ചിരിക്കരുത് കേട്ടില്ല. എന്നിട്ട് പുള്ളി വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ നരച്ച പോലെ മാത്രം ഇരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ആ കളറിന്റെ ഫുള്ള് നിന്റെ ഉള്ള ജലദോഷം കൂടെ കൊടുക്കാനാ പോയി. ഞാൻ എടുത്തു. മീനാണോ ആമീസേ എങ്ങനുണ്ട് ഹോസ്പിറ്റലൊക്കെ? 1-2 കൊള്ളാം. നീ കളർ ചെയ്യുന്നില്ലേ? നിന്റെ പോയല്ലോ അതെല്ലാം. നിന്റെ മൊത്തം പോയിടി. സ്കൂളിൽ ഇല്ലാന്ന് പറഞ്ഞല്ലേ? അങ്ങനെയല്ലല്ലോ നമ്മളോട് പറഞ്ഞേ. ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെയാണ് നിങ്ങളെ കോളേജിൽ കയറ്റൂലല്ലോ. ബംഗാളി അതല്ലേ പറഞ്ഞേ.
അപ്പൊ എന്തായാലും എടി നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ വേണ്ട, ഓടെ അവിടെ ഉണ്ട് ചിക്കൻ വേണോ നിനക്ക് പോയി നിങ്ങളെ നിനക്ക് വയ്യാതെ നടക്കുന്നുണ്ടോ ഒന്നും മേടിക്കരുത് നിനക്ക് ഇഷ്ടമുള്ള സാധനം പറ ഫ്രൈഡ് ചിക്കൻ അത് നിനക്ക് Lays. വയ്യാതെ കഞ്ഞി മതി കേട്ടില്ല കഞ്ഞി പിന്നെ KFC വയ്യാതെ നടക്കുമ്പോഴാണ് നിനക്ക് KFC നമ്മൾ ഇത് കഴിച്ചിട്ട് പുറത്തോട്ട് മേടിച്ചിട്ട് വേറെ മേടിച്ചില്ല. KFC അല്ലേ റിക്കവർ ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടാ അതാ നല്ലത് റിക്കവർ ആകുമ്പോ നീ പറ അപ്പൊ നമ്മളെ നാട് വിടാം ഒരു സിനിമാറ്റിക് രണ്ടെണ്ണം എടുക്കണല്ലോ അപ്പൊ എന്തായാലും അമിസ് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല. അപ്പൊ ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ അമീസിന് പഠിച്ചിട്ട് ഒരു ഔട്ട്ഡോർ എടുത്താലും ഫുൾ പവറിൽ ശരി അത് എണീക്കാൻ പറ്റുന്നില്ല ഗൈസ് അപ്പൊ ഇനി എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും അയ്യോ ഇതിപ്പോ എടാ അവൻ കൂട്ടിന് നിന്നെ വിളിച്ചോണ്ട് പോയിരിക്കുന്നു നീ അല്ല ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ നീ അവിടെ ഇറങ്ങുക അന്ന് ഞാൻ പോയപ്പോ ഞാന് താടി മുടി നിങ്ങളന്ന് വിട്ടിയതല്ലേ ഒരു മാസം നീ മുടി വളർത്തുന്ന നീ എന്തിനാ പിന്നെ വീണ്ടും പോയി വെട്ടി അത് ഞാൻ ചോദിച്ചായിരുന്നു ഇല്ല, ഞാൻ ഇവനോട് വരുന്നില്ല പോകണ്ട പിന്നെ പോവാന്നൊക്കെ ഒരു 1000 പ്രാവശ്യം എന്നോട് പറഞ്ഞില്ല നൈസായിട്ട് വലിപ്പിച്ചല്ലേ ഇക്ക വെട്ടാൻ പറഞ്ഞത് ഇവനാ പറഞ്ഞത്. ക്യാമറ ചൂണ്ടല്ലേ അങ്ങനല്ല ഞാൻ അങ്ങനെ എന്തൊക്കെ പറയുന്നത് അതെല്ലാം നീ കേൾക്കത്തില്ലല്ലോ ഇത് മാത്രം നീ കൃത്യമായിട്ട് കേട്ടോ അത് എന്നോട് ചോദിച്ചു എന്നാലും ഹോസ്പിറ്റലിൽ വന്നിട്ട് നോക്കാൻ പറ്റുന്നത് ഇക്ക അതിന് തൊട്ടുമ്പോ ഇവനെ ഫോൺ വിളിച്ചിട്ടായിരുന്ന അപ്പൊ വെട്ടാൻ എന്നെ കൂട്ടി വെട്ടാൻ പോകാൻ പറഞ്ഞു. അപ്പൊ പിന്നെന്തിനാ താമന്ന് വെട്ടി വെട്ടാൻ പറഞ്ഞു ശരിക്കേ ഇവന്മാർ രണ്ടുപേരും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് മുന്നത്തെ വീഡിയോയുടെ ബാക്കിയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. സ്വന്തമായിട്ടൊരു മുടി വെട്ടാൻ പോകുമ്പോൾ ഇവർക്ക് അറിയത്തില്ല. എല്ലാ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കൊണ്ടുപോയ ഞാൻ അവിടെ വരെ കൊണ്ടുപോയ ബൈക്കില് സത്യം ഞാനാ കൊണ്ടുപോയ നിന്റെ പൈസ കാണിക്കിടക്കി. കഴിച്ച അപ്പൊ ഇനി എന്തായാലും നമുക്ക് മുടി വെട്ടി മുടി എങ്ങനെ ഉണ്ടായിരുന്നു അമീസ ഇഷ്ടപ്പെട്ടോ? വേണ്ട എടി അത് ഇന്റർനെറ്റ് ആയിട്ട് നന്നായിട്ട് പറഞ്ഞേ. ഏറ്റവും നല്ലതാ അഭിസ. അപ്പൊ അവൾക്ക് സെൻസ് ഇല്ല. കുഴപ്പമില്ല comment ചെയ്ത് ഇല്ല. സത്യം. അതെ അതെ ഇവിടെ നരച്ച മുടിയൊക്കെ ഇരിക്കുന്നു. നരച്ച മുടി ഒന്നല്ലടാ, മറ്റേ കളർ ഇച്ചിരി പോവാണ്ടിനി. ഇപ്പൊ അതാ പ്രശ്നം. മുട്ടയടിക്ക് ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോഴേ ഞാൻ ബാത്റൂമിൽ ഡോർ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ പുതിയ ആള് പുതിയ റിക്രൂട്ട്മെന്റ് മറ്റേ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ നടനുണ്ട്, നമ്മള് ഫോട്ടോ കാണിക്കുക അതുപോലെ തോന്നുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വാപ്പാടെ ഒപ്പടെ കാലിച്ചുള്ള ചുള്ളന്മാരെ മുടിയോട്ടിലെല്ലാം കഴിഞ്ഞല്ലോ. നീ അങ്ങോട്ട് നോക്കി എന്നെ കളിയാക്കിയ ധനുഷ് ബസ്കറ്റ് അടിച്ചാ ബസ്കറ്റ്. പ്ലാൻ തീർന്ന ആളാ കോള് വന്നത്. ഇങ്ങോട്ട് വന്നിരുന്ന പറയരുത് കേട്ടാ. ആനന്ദിനോക്ക് നിങ്ങളെ കണ്ടപ്പോ സമാധാനമായി. കാര്യം ആനന്ദിനോട് വന്നിരുന്ന പറയുന്നു ഇതിനടുത്ത് കയറി എന്തൊക്കെയോ പറഞ്ഞ് അവൻ എന്തൊക്കെയോ ചെയ്തു. 24p 144p അല്ല 24p. ഇവിടെ ഓഫ് ചെയ്യുമ്പോ സർക്കസിലൊക്കെ ജോക്കർമാരെ കണ്ടില്ല, ഒരു പാന്റ് ഒന്ന് ഒരു കളറ് ഒന്ന് കളറ് ഇങ്ങനെ നോക്ക്. ഇത് പറഞ്ഞു നരച്ചതാ. നീ അപ്പുറത്ത് നിന്റെ കാലപ്പുറത്ത് സത്യം ഇങ്ങനെ നടന്നാ മതി. പൊട്ടനാണോ ഇങ്ങനെ തന്നപ്പോഴും താഴെ മേടിച്ചിട്ടോ? അല്ല മിണ്ടാണ്ടിരിക്കുന്ന ഊക്കിട്ട് മേടിച്ചു. നിങ്ങൾക്ക് വല്ല സീരിയസ്നെസ് ഉണ്ട്? ഒരു രോഗിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ലാമീസ് ഉറങ്ങിക്കോ. പാന്റ് പറ. പിന്നെ ഇപ്പൊ പോകാൻ നേരത്തെ ആമീസ് പിണങ്ങി ടാറ്റ ആയിരുന്നില്ല. എല്ലാവർക്കും ടാറ്റ. എന്തിനാ നിനക്ക് ഇത്ര മടി?
കൈ വെക്കാൻ പറ്റൂലടി നിനക്ക്, ആ കൈ മാത്രമേ വെക്കാൻ പറ്റൂ, നിനക്ക് എണീക്കാനും പറ്റൂല. നിനക്ക് ഇടിക്കടാ, ഇപ്പൊ ഇടിയടാ. ബൈ 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 ബൈ. നമ്മളെ താത്ത എടുത്ത് പോ. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഇനി തിരിച്ച് ബൂട്ട് ക്യാമ്പിലേക്ക് പോവാം. ഗുഡ് ക്യാമ്പിലാ? പിന്നെ ബൂട്ട് ക്യാമ്പിലേക്കല്ലേ പോണേ? നിങ്ങളെ എങ്ങോട്ടാ പോണേ? എങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നൈസ് വൈബ് വൈബാണത്. ഗുഡ് ക്യാമ്പിൽ പോകുന്നല്ലേ? റൂമാണ് ഇത്. ഗൈസ്, അപ്പൊ ഇനി എന്തായാലും നമുക്ക് തിരിച്ച് അവിടെ എത്തിയിട്ടാണ് പവർ ഇൻട്രോ ഇവിടെ ഇതിനുള്ളിൽ തന്നെ എടുക്കാം. സൂപ്പർ. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നലെ രാത്രി പരിപാടി എല്ലാം കഴിഞ്ഞ് എത്തി. കുറച്ച് താമസിച്ചതുകൊണ്ട് ഔട്ട്ഡോർ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ ഔട്ട്ഡോർ, അതായത് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. ഒരു വേറെ കാര്യമുണ്ട്, നമ്മളെല്ലാരും മാറ്റി ഒരുങ്ങി നിൽക്കണില്ല. അതെന്താണ് നിങ്ങൾ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. അപ്പൊ അതിന് സർപ്രൈസ് ആണ്. കേരളത്തിലാരും ചെയ്യാത്തൊരു ടൈപ്പ് സംഭവം. അതെ അപ്പൊ എന്തായാലും guys, നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലെ വ്ളോഗിൽ നമ്മൾ വീഡിയോ അതുവരെ